ഹലോ ഗായ്സ്, നമ്മളൊരു കുഞ്ഞ് വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ഇന്ന് വീട്ടിന് ശേഷം പറയാച്ചിട്ടാണ്. ഹലോ ഗായ്സ്, ഞങ്ങളെ വീട് പണി ആയതുകൊണ്ട് 1 വർഷമാവാനായിപ്പോൾ ഞങ്ങളിങ്ങനെ താമസിച്ച് തുടങ്ങിയിട്ട്. ഫണ്ട് ഇങ്ങനെ കിട്ടിയിട്ട് അതിനനുസരിച്ച് ചെയ്യാണ്. ബഡ്ജറ്റില്ലല്ലോ, അതുകൊണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടും തീർന്നു കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ നമുക്ക് സ്പെഷ്യൽ പറയാൻ മുരിങ്ങേൻ്റെ ഒരു കൂട്ടാൻ ഉണ്ടാക്കുക വെച്ചിട്ടാണ്. ഇന്നിപ്പോൾ കാലിന് വേദനയും ഒക്കെ പാടായിട്ട് ഒന്നിനും വൈകിയായിരുന്നു. ഇന്നലെ രാത്രി നേരം വെളുക്കാൻ സമയത്ത് എന്തോ കൈമൊക്കെ അടിച്ചു. ഇതിപ്പോൾ എന്താണെന്ന് അറിയില്ല. അവിടെ ഒരു ചെറിയ ഇതുണ്ട്. അതൊരു അടയാളം പോലെ ഒരു ഇതിന് മുന്നേ ബ്ലഡ് വന്നിരുന്നു, എന്താണെന്ന് അറിയില്ല. ചെറിയ പ്രാണി അടിച്ചു ഇനിയിപ്പോൾ ഇവിടെ നിറയെ കാടും അതും ഇതൊക്കെയാണ്. അതുകൊണ്ട് പേടിയാണ്. ഇങ്ങനെ ഹസ്ബൻഡ് വന്നിട്ട് വേണം ഹോസ്പിറ്റലിൽ പോയിട്ട് ടീറ്റടിക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. ഇവിടെ സ്പേസ് അധികം ഇല്ലാത്തതുകൊണ്ട് പേടിയാണ്. ഇപ്പോൾ ഒരു 8-10 ദിവസമൊക്കെ ആയിട്ടൊക്കെ 8 വട്ടമൊക്കെ പാമ്പൊക്കെ വന്നു, കാലും കൂടെയൊക്കെ ചുറ്റി പോവുകയൊക്കെ ചെയ്തു. അവിടെ നിന്ന് ഇപ്പോൾ ഭയങ്കര പേടിയാണ്. നമ്മുടെ പൂച്ച കണ്ട് പൂച്ചപ്പോൾ അങ്ങോട്ട് മറിഞ്ഞു വന്നു, പോയി വന്നു അങ്ങോട്ട്. ഇവിടെയൊക്കെ ഫുള്ള് കാടാണ്, അതുകൊണ്ട് ഭയങ്കര പേടിയാണ്. ഇവിടെ നിന്ന് ചോറൊക്കെ വെക്കുക. അപ്പോൾ കാലിന് കൈമത്തേക്ക് ഒരു പ്രശ്നമുണ്ട്. അതിനിപ്പോൾ എന്തായാലും ഒരു അസുഖം വന്നിട്ട് ഡോക്ടറെ കാണിക്കണം. ഇതിനൊക്കെ മൊത്തം കാടാണ്, അതുകൊണ്ട് പിന്നെ ഒരു ബേജാറാണ്. എത്രയും പെട്ടെന്ന് തരാന്ന് പൂർത്തിയായിട്ട് അയക്കൊന്ന് മാറിയാൽ നിങ്ങളെല്ലാവരും ദുആയും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണട്ടില്ലേ. ആരവ പ്രാർത്ഥന പരസ്യം സ്വീകരിക്കാന്ന് പറഞ്ഞിട്ടില്ല. എത്രയും പെട്ടെന്ന് പൂർത്തിയായിക്കൊന്ന് മാറി സമാധാനമായിരുന്നു. ഇവിടെ അത്രയും പേടിച്ചിട്ടാണ് ഇവിടെ കഴിയുന്നത്. കുഞ്ഞു കോഴിക്കുട്ടികളൊക്കെ അത്രയായി. കുട്ടികൾ അവരൊക്കെ അത്രയായിപ്പോൾ. ഇന്ന് പിന്നെ കൈമത്തത് പിന്നെ ഒരു ചെറിയൊരു വേദനയൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ ബ്ലഡ് അങ്ങനെ പീച്ച് ലേശം മഞ്ഞളൊക്കെ തേച്ച് അപ്പോൾ കുറേയൊക്കെ സമാധാനമായി. എത്രയും പെട്ടെന്നൊന്ന് വീടൊന്നായി കിട്ടുകയാണെങ്കിൽ മനസ്സിന് അതിക്ക് മാറായിരുന്നു വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണം. ഇനിയിപ്പോൾ മുരിങ്ങയൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വെക്കണം. ഇനിയിപ്പോൾ എന്തെന്ന് തേങ്ങ എടുക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയൊക്കെ ഉണ്ടാണ്. എത്ര പെട്ടെന്ന് പേരൊക്കെ ആയി അയക്കൊന്ന് മാറാനുള്ള ഇത് പഠിച്ചെന്ന് എല്ലാവരും തൊഴിൽ ഉൾപ്പെടുത്തണിട്ടില്ലേ. അത്രയും പേടിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ കഴിയണത്. കാരണം 1-2 വട്ടമൊന്നുമല്ല പാമ്പ് ഇതിന് ഞാൻ രക്ഷപ്പെട്ടിരിക്കണത്. അപ്പോൾ എത്രയും പെട്ടെന്ന് പൂർത്തിയായി നിങ്ങളെല്ലാവരും ദ്വായും പ്രാർത്ഥനയൊക്കെ വാങ്ങിട്ടില്ലേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അടുത്ത വീഡിയോയുമായി വരാം. ബൈ.